ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ ബാഗാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതാ പോക്കറ്റ് ഉണ്ട്, കണ്ടോ? ഇതും സ്റ്റിച്ച് ചെയ്ത് തന്നെ, പക്ഷേ ഇതിനെക്കാട്ടിയും അതായത് ഇതിനേക്കാളിയും 5 ഇഞ്ച് കൂടുതലുണ്ട് ഒരു സൈഡ്. ഇത് 20x20, ഇത് 20x25 ആണ്. സെയിം മോഡൽ തന്നെ, പക്ഷേ അളവിന് കുറച്ച് വ്യത്യാസം വരുത്തിയെന്നേ ഉള്ളൂ. ഇതൊന്ന് ചെറുതാക്കി, അത്രയേ ഉള്ളൂ. അതിന് ഞാൻ എടുത്ത മെഷർമെൻറ്റ് 20x20 കേട്ടോ. ഇവിടെയും 20. പിന്നെ ഈ ബോക്സ് വരച്ചിരിക്കുന്ന 4 ഇഞ്ച്. അത് എങ്ങനെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ. ഓൾറെഡി ഇവിടെ മടക്കി തയ്ച്ചൊരു ക്ലോത്ത് ആയിരുന്നു, അതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്തില്ല. ആ ഭാഗം നമുക്ക് സിബ് വെക്കാൻ നല്ലതാണ്. സിബ് വെക്കുന്ന ആ ഭാഗത്ത് നമ്മൾ ഓൾറെഡി പീസ് കൊടുക്കണം. അതിൽ നല്ല ഇതാടെ ഇരുന്നോട്ടെന്ന് ഞാൻ വിചാരിച്ചു, അതുകൊണ്ട് അതങ്ങനെ തന്നെ ഇരിക്കാം. പിന്നെ അടുത്തത് വേണ്ടത് പോക്കറ്റ്. അതിനും ഒരു ഭാഗം മടക്കി അടിച്ചിട്ടുണ്ട്. ഇതൊരു കർട്ടൻ ആയിരുന്നു, ആ കർട്ടൻ്റെ അതുകൊണ്ടാണ് മടക്കി തയ്യൽ വന്നിരിക്കുന്നത്. ഇത് 9, ഇവിടെയും 9, ഇവിടെയും 9, അങ്ങനെ 9 ഇഞ്ച് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതില്ലെങ്കിലും സെയിം അളവിൽ തന്നെ എടുക്കാം. ഈ മടക്കില്ലെങ്കിൽ സെയിം അളവിലെടുത്തിട്ട് ഒരു ഭാഗം മടക്കിയിട്ട് അല്ലെങ്കിൽ ഡബിളായിട്ട് ക്ലോത്ത് എടുത്തിട്ട് കവർ ചെയ്തിട്ട് പോക്കറ്റ് വെക്കുക. അതുപോലെ ഇവിടെ മടക്കില്ലെങ്കിൽ നമ്മൾ വേറെ ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് സ്ട്രാപ്പിനുള്ളത് 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 50 ഇഞ്ച് ലെങ്ത്ത്, 50 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ച് വീതിയും. ഇപ്പോൾ 50 and 4 അങ്ങനെ കട്ടിങ് കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ്ങിലോട്ടേക്ക് പോകണം. ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി 4 ഭാഗവും കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം ഇതിന് പോക്കറ്റ് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു കട്ട് കൊടുക്കുക. ഇതാണ് സിബ് വരുന്ന ഭാഗം. ഈ കട്ടിങ് ഇല്ല, ഇവിടെ നിന്ന് നമുക്ക് 1 ഇഞ്ച് മേലോട്ടാക്കിയിട്ട് മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് കേട്ടോ. ഇതാണ് മിഡിൽ വരുന്നത്. ഇതാ വരുന്നത് കേട്ടോ. ഇതാ മിഡിൽ വരുന്നത്. ഒന്നുകൂടി ഇത് 4 അല്ല, 5 ഇഞ്ച് മേലോട്ടേക്ക് മാറ്റണം. 5 ഇഞ്ച്, 5 ഇഞ്ച്. ഇത് ഒരേ ലെവല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്തതാ. ഇങ്ങനെ നോക്കുക. ഇവിടെയാണ് പോക്കറ്റ് വെക്കേണ്ടത്. ഈ ഒരു ഭാഗം മടക്കുക, ഈ ഒരു ഭാഗം മടക്കി തയ്ക്കുക. ഈ ഒരു ഭാഗം 1/2 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലും മതി, അല്ലെങ്കിൽ 3/4 ഇഞ്ച്. ഇതിൻ്റെ 3 ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. മേലത്തെ ഭാഗം ഓൾറെഡി ആദ്യം തയ്ച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ കട്ട് ചെയ്യുമ്പോൾ. ഇനി നമുക്കിതിനെ ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ഒന്ന് മാർക്ക് കൊടുക്കുക, ഇങ്ങനെ വെക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു പിന്ന് കുത്തി വെക്കാം. ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണേ. ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം.
സൂചി ഇങ്ങനെ നിർത്താം. ഇവിടെ എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. ഓൾറെഡി ഇവിടെ മടക്കി തയ്ച്ചതാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സിബ് വെച്ച് കൊടുക്കാൻ എളുപ്പമാണ്. ഇതവിടെ മാറ്റി വെക്കുക. ഇനി സ്ട്രാപ്പ് തയ്ച്ചെടുക്കുക. കുറച്ച് കട്ടി കിട്ടും, ഇങ്ങനെ 4 ഇഞ്ച് എടുത്തുകൊണ്ട് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരെണ്ണം ഇതിന് വെച്ച് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ലൈനിൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു 1.5 ഇഞ്ച് മേലോട്ടാക്കി വെക്കാം. 1.5 ഇവിടെ വരെ. ഇവിടെ സൂചി നിർത്താം. ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ഇവിടെ സൂചി നിർത്താം. താഴോട്ട് കൊണ്ടുവരാം. കഴിഞ്ഞില്ല. എന്നിട്ട് ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെക്കാം. ഗ്യാപ്പുണ്ടോ അത്രയും 1.4. ഇത് 2 അളവ് ഒരുപോലെ നോക്കുക. ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങനെ സൂചി നിർത്താം. ഇവിടെ സൂചി നിർത്താം. താഴോട്ട് കൊണ്ടുവരാം. ഈ ഒരു ഭാഗം ചെയിന് വെച്ച് സ്ട്രാപ്പ് വെച്ചു. ഇനി അടുത്തത് ഇതുപോലെ തന്നെ വെക്കണം. ഇതേ അളവിൽ തന്നെ വെക്കണം. നമുക്ക്
ഈ സ്ട്രാപ്പ് ഇതുപോലെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നിർത്തിയിട്ട് ഇതിങ്ങനെ തിരിക്കാം. ഇതും ഇങ്ങനെ നിർത്താം. ഇവിടെ സൂചി നിർത്താം. രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രാപ്പ് രണ്ട് ഭാഗം വെച്ച് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ ഈ സിപ്പും ഇങ്ങോട്ടാക്കി വെക്കണം. ഇതൊന്ന് കവർ ചെയ്യണം. ഞാനിവിടെ തുണി വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ളത് ഇനി നമുക്കിതിന് ഇതുപോലെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. സിപ്പ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അടുത്തത് ഇതിങ്ങനെ വെക്കാം. ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാം. ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക്. നമുക്ക് ഇതിനെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം. മൂന്ന് ഭാഗം ഇതേപോലെ ഇവിടെ എല്ലാം പീസ് വെച്ച് കൊടുക്കുക. ഞാൻ ഈ ഭാഗം ലോക്ക് ചെയ്തു, അതേപോലെ ഈ ഭാഗവും ലോക്ക് ചെയ്തു. ലോക്ക് മെഷീൻ ഇല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇങ്ങനെ പീസ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നൂലിങ്ങനെ ഇതുപോലെ ഇരിഞ്ഞു വരും.
ഇനി അടുത്ത ചെയ്യേണ്ട ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതിങ്ങനെ നമ്മൾ ബോക്സ് പോലെ കട്ട് ചെയ്തില്ല, അതിങ്ങനെ പിടിച്ച് ഇവിടെ സ്റ്റിച്ച് കൊടുക്കാൻ കേട്ടോ. ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതേപോലെ ഇവിടെയും പീസ് കൊടുക്കാൻ ഇങ്ങനെ ഇങ്ങനെ മടക്കി ഇതുപോലെ ഇവിടെയും ഇങ്ങനെ നമുക്ക് പീസ് കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. ഞാൻ ഇപ്പോൾ ലോക്കാ ചെയ്യുന്ന പീസ് കൊടുക്കുന്നില്ല, ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഈ 4 ഭാഗം ചെയ്തെടുക്കണം. ഇനി അടുത്തത് ഇങ്ങനെ വെക്കാം. ഇല്ല, പിന്നെ ഈ സിബുള്ള ഭാഗം ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് മുന്നേ ഈ സിപ്പ് ഒന്ന് കുറച്ചിങ്ങനെ ഓപ്പൺ ആക്കി വെക്കുക, അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചിടാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് തുറന്നിട്ട് കൊടുക്കാൻ കേട്ടോ. ഞാനിനി ഇതിന് മൂലക്കിഴങ്ങ് എന്നിട്ട് തിരിച്ചിടാം. ബാഗ് റെഡിയായി.